ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. 2017 ജനുവരിയിൽ നടന്ന LP എക്സാമിൻ്റെ 5ാമത്തെ ഭാഗമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. 41ാമത്തെ ചോദ്യം: പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഹൈഡ്രജൻ. ഓപ്ഷൻ ബി, ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രപഞ്ചത്തിൽ. അപ്പോൾ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം എന്ന് പറയുന്നതും ഹൈഡ്രജനാണ്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ്. അതുപോലെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജനാണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്തത്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകവും ഈ ഹൈഡ്രജനാണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജനാണ്. അതുപോലെ ഹൈഡ്രജൻ്റെ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് 1 ഹൈഡ്രജൻ്റെ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് 1. അപ്പോൾ ചോദ്യം: പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജനാണ്. അതുപോലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് 1. അടുത്ത ചോദ്യം PSC ഇത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. ഇനി 43ാമത്തെ ചോദ്യം: സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? അപ്പോൾ ഏത് മൃഗമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. അപ്പോൾ സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങ്. അപ്പോൾ ഈ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിൽ കുന്തിപ്പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏത് പുഴയുടെ തീരത്താണ്? കുന്തിപ്പുഴ. കേരളത്തിലെ കുന്തിപ്പുഴയുടെ തീരത്താണ് ഈ സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. എത്രാമത്തെയാണ്? കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. അപ്പോൾ സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ചീവിടുകൾ ഇല്ലാത്ത ഒരു ദേശീയോദ്യാനമാണ്. ഈ ദേശീയോദ്യാനത്തിൽ ചീവിടുകൾ ഇല്ല, വളരെ സൈലൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് തന്നെ വന്നിരിക്കുന്നത്. മാത്രവുമല്ല ഈ സിംഹവാലൻ കുരങ്ങുകൾക്ക് ഇവിടെ വളരുവാനുള്ള മറ്റൊരു പ്രത്യേകത വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. അപ്പോൾ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് ഈ സിംഹവാലൻ കുരങ്ങുകൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇത് 1984 ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ 1985 സെപ്റ്റംബർ 7 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ 1985 സെപ്റ്റംബർ 7 ഇത് ഉദ്ഘാടനം ചെയ്തു. അത് രാജീവ് ഗാന്ധിയാണ്. 1984 ഇത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. സൈരന്ധ്രി വനം എന്നാണ് ഇത് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പൗരാണികമായിട്ട് ഇത് അറിയപ്പെട്ടിരുന്നത് സൈരന്ധ്രി വനം എന്നാണ്. ഈ സൈലന്റ് വാലി എന്നുള്ള പേര് നിർദ്ദേശിക്കുന്നത് റോബർട്ട് വൈറ്റ് ആണ്. അപ്പോൾ റോബർട്ട് വൈറ്റ് ആണ് സൈലന്റ് വാലി എന്നുള്ള പേര് നിർദ്ദേശിക്കുന്നത്. അതുപോലെ സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2007 അപ്പോൾ 2007 സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2007. അതുപോലെ തന്നെ ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ്
മക്കാക്ക സിലനസ്. അപ്പോൾ മക്കാക്ക സിലനസ് എന്നാണ് ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം. അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് പഠിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട 5 നാഷണൽ പാർക്കുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ നാഷണൽ പാർക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്, ദേശീയോദ്യാനം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് 1978 നിലവിൽ വന്ന ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പോൾ ഇരവികുളമാണ് ആദ്യത്തെ കേരളത്തിലെ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നതും ഇരവികുളമാണ്. ഇരവികുളത്ത് സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്ന് പറയുന്നത് ഏതാണ്? വരയാടാണ്. അപ്പോൾ വരയാടാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത്. ഇരവികുളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ വന്നത് 1978. രണ്ടാമത്തത് സൈലൻറ്റ് വാലിയാണ്. 1984 പറഞ്ഞു. അത് പാലക്കാട് ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള മറ്റ് 3 ദേശീയോദ്യാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആനമുടി ചോലയാണ്. അത് ഇടുക്കി ജില്ലയിൽ 2003 നിലവിൽ വന്നത്. അതുപോലെ തന്നെ പാമ്പാടും ചോല, ഇത് ഇടുക്കി ജില്ലയിലാണ്. ഇത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. 2003 നിലവിൽ വന്നത്. പിന്നെ ഒന്ന് മതികെട്ടാൻ ചോലയാണ്. ഇത് ഇടുക്കി ജില്ലയിലാണ്. 2003 സ്ഥിതി ചെയ്യുന്നത്, നിലവിൽ വന്നത്. അപ്പോൾ കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത്. 4 എണ്ണമാണുള്ളത്. അപ്പോൾ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത്? ഇടുക്കിയിൽ. എത്ര എണ്ണമാണ്? 4 എണ്ണം. അപ്പോൾ ആദ്യത്തേത് ഇരവികുളം, രണ്ടാമത്തേത് സൈലൻറ്റ് വാലിയാണ്. ഏറ്റവും വലുത് ഇരവികുളം, ഏറ്റവും ചെറുത് പാമ്പാടും ചോല. അപ്പോൾ ഇത് രണ്ടും ഇടുക്കി ജില്ലയിലാണ്. ഇനി അടുത്ത ചോദ്യം, 44ാമത്തെ ചോദ്യം ഇതാണ്. ദ്വിതീയ വർണ്ണമാണ് ഡാഷ്. അപ്പോൾ ദ്വിതീയ വർണ്ണമാണ് ഡാഷ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മഞ്ഞ. അപ്പോൾ മഞ്ഞയാണ് ദ്വിതീയ വർണ്ണം അല്ലെങ്കിൽ സെക്കൻഡറി കളർ. അപ്പോൾ നമുക്കറിയാം പ്രൈമറി കളർ, സെക്കൻഡറി കളർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നതിലും പ്രൈമറി കളർ ഏതൊക്കെയാണ്, സെക്കൻഡറി കളർ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ എന്താണ് പ്രൈമറി കളർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ വേറെ കളറുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ഈ പ്രാഥമിക വർണ്ണം ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല, അല്ലേ? അപ്പോൾ പ്രാഥമിക വർണ്ണം പ്രൈമറി കളർ ഉണ്ടാക്കുവാൻ നമുക്ക് മറ്റ് വേറെ കളറുകൾ ചേർത്ത് ഒരിക്കലും ഉണ്ടാക്കുക. അങ്ങനത്തെ കളറിനെയാണ് പ്രൈമറി കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രൈമറി കളർ എന്ന് പറഞ്ഞാൽ ചുമപ്പ് അല്ലെങ്കിൽ പച്ച, നീല, ചുമപ്പ്. പച്ച, നീല, ചുവപ്പ്, ഇത് 3 പ്രൈമറി കളറാണ്. ഈ 3 പ്രൈമറി കളറുകളെ, ഈ 3നെയാണ് നമ്മൾ പ്രൈമറി കളർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നീല ഉണ്ടാക്കുവാൻ വേണ്ടി വേറെ ഒരു കളറുകൾ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് നീല കിട്ടില്ല. ചുവപ്പും അതുപോലെയാണ്, പച്ചയും അതുപോലെയാണ്. അതിനെയാണ് പ്രൈമറി കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രാഥമിക വർണ്ണം. ഇനി ദ്വിതീയ വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്നതാണ് ദ്വിതീയ വർണ്ണങ്ങൾ. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും നീലയും അല്ലെങ്കിൽ നീലയും ചുവപ്പും ഇങ്ങനെ ലഭിക്കുന്നതാണ് ദ്വിതീയ വർണ്ണങ്ങൾ. അപ്പോൾ ദ്വിതീയ വർണ്ണങ്ങൾ 3 കളറാണുള്ളത്. ഒന്ന് മഞ്ഞ, മജന്ത, അതുപോലെ സയാൻ. മഞ്ഞ, മജന്ത, സയാൻ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ പ്രാഥമിക വർണ്ണങ്ങളിൽ ഏതൊക്കെ കൂടിച്ചേരുമ്പോഴാണ് മഞ്ഞ ലഭിക്കുന്നത്. ചുമപ്പും അതുപോലെ പച്ചയും ചേരുമ്പോഴാണ് ഏത് ലഭിക്കുന്നത്? മഞ്ഞ ലഭിക്കുന്നത്. അപ്പോൾ ചുമപ്പും പച്ചയും ചേരുമ്പോഴാണ് മഞ്ഞ ലഭിക്കുന്നത്. അതുപോലെ ചുമപ്പും നീലയും ചേരുമ്പോൾ ലഭിക്കുന്നതിനാണ് മജന്ത. ചുമപ്പും നീലയും ചേരുമ്പോൾ ലഭിക്കുന്നതാണ് മജന്ത. അതുപോലെ പച്ചയും നീലയും ചേരുമ്പോൾ ലഭിക്കുന്നതാണ് സയൻ. പച്ചയും നീലയും ചേരുമ്പോൾ ലഭിക്കുന്നതാണ് സയൻ. അപ്പോൾ ഇത് 3മാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഇനി ഇത് 3ഉം കൂടി ചേരുമ്പോൾ, പച്ചയും നീലയും ചുവപ്പും കൂടി ചേരുമ്പോൾ വെള്ളയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ദ്വിതീയ വർണ്ണമാണ് ഡാഷ്. ഏതാണ് ഈ താഴെ പറയുന്നതിൽ? മഞ്ഞ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ് എന്ന് ഓർത്തു വയ്ക്കുക. ദ്വിതീയ വർണ്ണങ്ങൾ മഞ്ഞ, മജന്ത, സയാൻ. ഇനി അടുത്ത ചോദ്യം, മനുഷ്യനേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത ഏതാണ്? അപ്പോൾ മനുഷ്യനേത്രത്തിൻ്റെ വീക്ഷണ സ്ഥിരത 1/16 അല്ല 16 സെക്കൻഡാണ്. ഉത്തരം 16 സെക്കൻഡാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. അപ്പോൾ വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൃശ്യാനുഭവം
റെറ്റിനയിൽ 16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രക്രിയയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ 16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ മനുഷ്യ നേത്രത്തിൻ്റെ ഈ വീക്ഷണ സ്ഥിരതയെ 16 സെക്കൻഡ് എന്നാണ് പറയുന്നത്, തങ്ങി നിൽക്കുമെന്നാണ് പറയുന്നത്. ഇതിനെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇനി അടുത്ത ചോദ്യം, ബോക്സൈറ്റ് ഡാഷിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് ഡാഷിൻ്റെ അയിരാണ്. നമുക്കറിയാം, ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യമാണ്. എല്ലാ LP UPയിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും. ഏതിൻ്റെ, ഇരുമ്പിൻ്റെ അയിര്, കോപ്പറിൻ്റെ അയിര്, ഇതൊക്കെ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ബോക്സൈറ്റ് ഏതിൻ്റെ അയിരാണ്? ഉത്തരം അലുമിനിയം. ഓപ്ഷൻ ഡി അലുമിനിയമാണ് ഇതിൻ്റെ ഉത്തരം. ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റും അതുപോലെ തന്നെ ക്രയോലൈറ്റും അലുമിനിയത്തിൻ്റെ അയിരാണ്. അപ്പോൾ ബോക്സൈറ്റ് അതുപോലെ ക്രയോലൈറ്റ് ഇതൊക്കെ ഏതിൻ്റെ അയിരാണ്? ബോക്സൈറ്റ്, ക്രയോലൈറ്റ് ഇത് അലുമിനിയത്തിൻ്റെ അയിരാണ്. ഇനി അടുത്ത് നോക്കാം, ഇരുമ്പിൻ്റെ അയിര് ഏതൊക്കെയാണ്? ഇരുമ്പ് അല്ലെങ്കിൽ അയണിൻ്റെ അയിര് എന്ന് പറയുന്നത് ഹേമറ്റൈറ്റും അതുപോലെ മാഗ്നറ്റൈറ്റും. മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിൻ്റെ അയിര് എന്ന് പറയുന്നത്. ഇനി കോപ്പറിൻ്റെ അയിര് ഏതൊക്കെയാണെന്ന് നോക്കാം. കോപ്പറിൻ്റെ അയിര് എന്ന് പറയുന്നത് കോപ്പർ പൈറൈറ്റ്സും അതുപോലെ കുപ്രൈറ്റുമാണ് കോപ്പറിൻ്റെ അയിര് എന്ന് പറയുന്നത്. ഇനി സിങ്കിൻ്റെ അയിരുകളാണ്. സിങ്കിൻ്റെ അയിരാണ് സിങ്ക് ബ്ലെൻഡും കലാമിനും. അപ്പോൾ സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ് സിങ്കിൻ്റെ അയിര്. അതുപോലെ തോറിയത്തിൻ്റെ അയിരാണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. അപ്പോൾ തോറിയത്തിൻ്റെ അയിര് മോണോസൈറ്റ്, അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കോപ്പറിൻ്റെ അയിര് കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്, സിങ്കിൻ്റെ അയിര് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ഓക്കെ, തോറിയത്തിൻ്റെ എന്താണ്? മോണോസൈറ്റ്. ഇനി അടുത്ത ചോദ്യം, 47ാമത്തെ ചോദ്യം, വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത്. അപ്പോൾ താഴെ പറയുന്നതിൽ വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത് ഏത്? കോൺവെക്സ് ദർപ്പണമാണ് റിയർ വ്യൂ ദർപ്പണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ദർപ്പണം ഉത്തരം. അപ്പോൾ ഇതിൻ്റെ തെരുവ് വിളക്കിലും അതുപോലെ തന്നെ തെരുവ് വിളക്കിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? അതും കോൺവെക്സ് ദർപ്പണമാണ്. അതുപോലെ തന്നെ റിഫ്ലക്ടറിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞു, വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ദർപ്പണം. 48ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം മലബാറിയാണ്. ഉത്തരം മലബാറി. എന്താണ് ഈ മലബാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മലബാറി എന്ന് പറഞ്ഞാൽ ഒരു ആടിൻ്റെ ഇനമാണ്. അപ്പോൾ മലബാറിയാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. ഇതൊരു ആടിൻ്റെ ഇനമാണ്. വെച്ചൂർ എന്ന് പറയുന്നതും അതുപോലെ ചെറുവള്ളി എന്ന് പറയുന്നതും സുനന്ദിനിയൊക്കെ ഇതൊക്കെ ഏതിൻ്റെ ഇനമാണ്? പശുവിൻ്റെ ഇനമാണ്. പശുവിൻ്റെ ഇനങ്ങളാണ്, വിവിധ ഇനം പശുക്കളാണ്. വെച്ചൂർ പശു, ചെറുവള്ളി, സുനന്ദിനി പശു ഒക്കെ. അപ്പോൾ മലബാറി എന്ന് പറയുന്നത് ആടിൻ്റെ ഇനമാണ്. ആട്, ഓർക്കുക, ആടിൻ്റെ ഇനമാണ്. ഇനി അടുത്ത ചോദ്യം, ജലത്തിൻ്റെ pH മൂല്യം ഡാഷ് ആണ്. അപ്പോൾ ജലത്തിൻ്റെ pH മൂല്യം ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ സി 7 ഓപ്ഷൻ സി 7 ജലത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിക്കുന്ന ഉപകരണമാണ് pH എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ pH എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിൻ്റെ മൂല്യം ആസിഡ് സ്വഭാവമാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഉപകരണമാണ് pH മൂല്യം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജത്തിൽ 0 മുതൽ 14 വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 0 മുതൽ 14 വരെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യം. 0 to 14. അപ്പോൾ 0 മുതൽ 14 വരെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യം. pH ഈ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ മൂല്യത്തിൽ 7ൽ താഴെയാണെങ്കിൽ, അപ്പോൾ 7ൽ താഴെയാണെങ്കിൽ ഇതിനെ
ആസിഡ് സ്വഭാവമുള്ളതെന്നും 7 മുകളിൽ ഉള്ളതാണെങ്കിൽ ഇതിനെന്ത് പറയും? ആൽക്കലി സ്വഭാവമുള്ളതെന്നും പറയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ 7 താഴെയുള്ളതാണെങ്കിൽ ഇതിനെ എന്ത് പറയും? ആസിഡ് സ്വഭാവം എന്ന് പറയും. 7 മുകളിലാണെങ്കിൽ ഇതെന്ത് പറയും? ആൽക്കലി സ്വഭാവം എന്നാണ് പറയുന്നത്. ഇവിടെ ജലത്തിൻ്റെ pH മൂല്യം 7 ആണല്ലേ, മൈനസാണിത്. ജലത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത്. അപ്പം ഈ pH കണ്ടുപിടിച്ചിരുന്നത്, ഈ pH സെക്ടർ സ്കെയിൽ കണ്ടുപിടിച്ചിരിക്കുന്ന ആരാണ്? സൊറാൻസൺ ആണ് pH കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഉപ്പുവെള്ളത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 8 ആണ്. ഉപ്പുവെള്ളത്തിൻ്റെ pH മൂല്യം എന്താണ്? ഇത് 8 ആണ്. അതുപോലെ രക്തത്തിൻ്റെത് 7.4 ആണ്. 7.4 ആണ് രക്തത്തിൻ്റെത്. അതുപോലെ പാലിൻ്റെത് 6.5 ആണ്. പാലിൻ്റെ pH എന്ന് പറയുന്നത് 6.5. അതുപോലെ യൂറിൻ്റെത് 6 ആണ്. അപ്പോൾ യൂറിൻ്റെത് എത്രയാണ് pH? 6 ആണ്. രക്തത്തിന് നമ്മൾ പറഞ്ഞു 7.4, പാലിൻ്റെത് 6.5, അതുപോലെ യൂറിൻ്റെത് 6 ആണെന്ന് പറഞ്ഞു. ഉപ്പുവെള്ളത്തിൻ്റെ എത്രയാണ്? 8 എന്നും പറഞ്ഞു അല്ലേ. ഇനി അടുത്ത ചോദ്യം, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഡാഷ്. താഴെ പറയുന്നതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് എന്ത്? ബയോഗ്യാസ്. ഉത്തരം ബയോഗ്യാസ് ആണ്. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് എന്ത്? ബയോഗ്യാസ്. അപ്പോൾ ബയോഗ്യാസ്, നമുക്ക് ഇതിന് താഴെ പറയുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. എന്താണ് LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? LPG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനെയാണ് LPG എന്ന് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ LPGയിലെ ഈ ബയോഗ്യാസിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥെയ്ൻ ആണ്. അത് ശ്രദ്ധിക്കുക, ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? മീഥെയ്ൻ ആണ്. അപ്പോൾ നമുക്കിനി LPGയിലേക്ക് വരാം. LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ് ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. അതുപോലെ LPGയിലെ വാതകച്ചോർച്ച അറിയാൻ ചേർക്കുന്ന പദാർത്ഥമാണ് ഈഥെയ്ൻ മെർക്കാർട്ടറാണ് LPGയുടെ വാതകച്ചോർച്ച അറിയുവാൻ വേണ്ടി ചേർക്കുന്ന പദാർത്ഥം. ഇനി CNG എന്ന് പറഞ്ഞാൽ എന്താണ്? CNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്ഡ് നാഷണൽ ഗ്യാസ് ആണ് CNG എന്ന് പറഞ്ഞാൽ. ഈ CNGയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥെയ്ൻ ആണ്. അപ്പോൾ മീഥെയ്ൻ ആണ് CNGയിലും അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബയോഗ്യാസിലും അടങ്ങിയിരിക്കുന്നത് മീഥെയ്ൻ ആണ്. ഇനി LNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പോൾ LNG എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഫൈഡ് നാഷണൽ ഗ്യാസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ LP UP ഇപ്പോൾ ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്